ഹലോ മക്കളെ, ന്യൂട്ടൺസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഉനൈസാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കിഡിലൻ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് ആ ചാപ്റ്റർ? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഒരു ആദ്യമേ കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഈ ചാപ്റ്റർ പഠിക്കാൻ ഭയങ്കര സുഖമാണ്. അതിനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. റെഡി അല്ലേ? അപ്പോൾ ആദ്യം എന്താണ്, രണ്ട് ഭാഗമായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഒന്ന് ലിമിറ്റും ഒന്ന് ഡെറിവേറ്റീവ്സും ആണ്. നമുക്ക് ആദ്യം ലിമിറ്റിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു കുഞ്ഞു ബേസ് ഞാൻ തരാം, എങ്ങനെയാണ് ഈ ലിമിറ്റിൻ്റെ ഒരു കഥ എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ അതെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞാനൊരു നമ്പർ ലൈൻ വെറുതെ വരക്കാം. ക്ലിയർ? ജസ്റ്റ് ഒരു നമ്പർ ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, 1 എന്നാണ് ആ പോയിന്റ്. ക്ലിയർ? അപ്പോൾ നമ്മളെടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് ചോദിക്കും, ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഏറ്റവും ആദ്യം മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 1ലേക്ക് ഇപ്പോൾ 1 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നമുക്ക് ഞാൻ തൽക്കാലം ഒരു f(x) എന്ന് പറയുന്നത് ഒരു x+2 ഒരു സിമ്പിൾ ഒരു സാധനം ഞാൻ തരുന്നു. അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ 1 ഇട്ട് കൊടുക്കുക, അതായത് എക്സിൻ്റെ സ്ഥലത്ത് ഞാൻ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ? 1+2 = 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു 1, ഈ ഒരു ഒറ്റ കാര്യം വെച്ചിട്ട് ഈ ഒരു ഫംഗ്ഷൻ 1ൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ രണ്ട് കണ്ടീഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 1ലേക്ക് ഇതേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, 1ലേക്ക് വരുന്ന ആ ഒരു ഭാഗമില്ലേ, അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നായിരിക്കും. എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 1ലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു 2 എന്നൊക്കെ 1ലേക്ക് വരുന്നത് 1.01, 1.02, 1.1 ആ ഒരു സാധനങ്ങളൊക്കെ ഇല്ലേ 1ലേക്ക് അടുക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 1ലേക്ക് അടുക്കുന്നതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് 1+ എന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്തായിരിക്കും? 1+ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 1ലേക്ക് അടുക്കാമല്ലോ. അതെ, ഇവിടെ നിന്നതേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് അടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. റെപ്രസെൻറ്റ് ചെയ്യണത് 1- എന്നായിരിക്കും. അതായത് 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 1ലേക്ക് വരുന്നു 1-, 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 1ലേക്ക് വരുന്നു 1+. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നറിയോ? ഈ ഒരു ഫംഗ്ഷൻ ഈ 1ൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം ഇങ്ങനെയായിരിക്കും കേട്ടോ. ലിമിറ്റ് x → 1 - f(x). എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലില്ലേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലുള്ള ആ ഒരു ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആവണം? ലിമിറ്റ് x → 1+ f(x). എന്തായിരിക്കണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റിലും എന്താവണം? ഈക്വൽ ആവണം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലെ ഫംഗ്ഷനും ഇതും കണ്ടുപിടിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റിലും കണ്ടുപിടിക്കും. രണ്ടുപേരും എന്താവണം? ഈക്വൽ ആവണം. ഒരാൾ കൂടി ഉണ്ട്, അതാരായിരിക്കണം? f(1) ആയിരിക്കും. ഇപ്പോൾ 1 ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷനും കൂടി എന്ത് ചെയ്തിരിക്കണം? അത് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ലിമിറ്റ് ഇത് അതിൻ്റെ ഒരു പ്രോപ്പർ വേയിൽ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതുക നമ്മൾ, ലിമിറ്റ് x → 1 f(x). അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? ആ ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താവണം? ഈക്വൽ ആവണം. അതാണ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സിമ്പിളാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ 1- എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് സാധനം എടുക്കാം. ലിമിറ്റ് x → 1 x+3. ഇതാണ് എൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ലിമിറ്റ് കിട്ടിയാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ വാല്യൂ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 1 അല്ലേ, ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 1+3. എക്സിൻ്റെ സ്ഥലത്ത് ഞാൻ 1 അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 4 കിട്ടി. ദേ ആൻസർ കിട്ടിയല്ലോ. ഇനി ഞാൻ വേറൊരെണ്ണം തരുകയാണ്. ലിമിറ്റ് x → ഈ എല്ലായിടത്തും സെയിം ഫംഗ്ഷൻ തന്നെ വരണം എന്നില്ല കേട്ടോ. ഇപ്പോൾ 1- സ്ഥലത്ത് ഞാൻ ഇവിടെ ഒരു x+5 ഇടുന്നു, ഇവിടെ ഞാൻ x² ഇടുന്നു. ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഒക്കെ വരാം. അതൊന്നും നമ്മൾ ബാധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാം, ഇല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതെ, ഞാൻ 1-, അപ്പോൾ 1-ൽ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഫംഗ്ഷൻ ഏതാടാ? x+5 ആണ്. ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ, x+5. ഈ കുറച്ച് പേരെങ്കിലും തെറ്റിക്കുന്ന ഒരു കാര്യം, 1- അല്ലേ, അപ്പോൾ -1 ഇടും. ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. 1- ആണെങ്കിലും 1+ ആണെങ്കിലും ഇട്ട് കൊടുക്കേണ്ട വാല്യൂ എന്താ? 1 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ വേറെ ഒന്ന് തരട്ടെ. 2- ഉണ്ട്, 2+ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിട്ട് കൊടുക്കും? -2 ഇട്ട് കൊടുക്കും? ഇല്ല, നമ്മൾ ഇട്ട് കൊടുക്കണത് ആരെ തന്നെയാണ്? 2നെ തന്നെയാണ് ഇട്ട് കൊടുക്കുക. ഈ 2- എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 2ലേക്ക് വരുന്നു. 2+ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും 2ലേക്ക് വരും. അത്രേ ഉള്ളൂ കണ്ടീഷൻ.
ഓക്കെ അല്ലേ? അപ്പോൾ അതേ ഞാനിവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയടാ? 1 തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. 1 + 1 5 6 ആണ് കിട്ടിയത്. ഇവിടെ തന്നെ തെറ്റിയല്ല. നമുക്ക് ഇതേ 1ൽ അപ്ലൈ ചെയ്തപ്പോൾ 4ഉം ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 6ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്ര ഒരു കുഞ്ഞ് എക്സാമ്പിൾ നമ്മൾ ഈ സാധനം പഠിച്ചു ചെയ്യും. റെഡി അല്ലേ? അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചു. ഇത് കുറച്ച് പ്രോപ്പർട്ടീസും കൂടിയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇതേ ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് തരാണ്. ഇപ്പോൾ ഇതേ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 5 ഇങ്ങനെ ഞാനൊരു സംഭവം തരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയോ? വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ. അതായത് 3xന് ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്യാം, പ്ലസ് അത് കഴിഞ്ഞിട്ട് 5ന് വേണമെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണ്? അപ്പോൾ വേണമെങ്കിൽ പോട്ടെ ഒരു 5x². ഇതിലൂടെ ഭംഗിക്ക് കിടന്നോടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 3xന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? 5x² അപ്ലൈ ചെയ്യാം, ദെൻ ആഡ് ചെയ്താൽ മതി. ഒരുമിച്ചും ചെയ്യാം, സെപ്പറേറ്റും ചെയ്യാം, രണ്ടും സെയിം ആണ് കേട്ടോ. ഇനി ഇവിടെ മൈനസ് വന്നാലും ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം, എന്നിട്ട് മൈനസ് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ വന്നാലും ഇത് തന്നെ ഒറ്റയടിക്കും നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റും ചെയ്യാം. ഡിവിഷൻ ആണെങ്കിലും ഇത് തന്നെ. ഇനി ഒരു കോൺസ്റ്റന്റ് വന്നാലോ? കോൺസ്റ്റന്റ് ഇപ്പോൾ തൽക്കാലം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഞാൻ തരുന്നത് 5x² ആണെന്ന് വിചാരിക്കാം. ഇതാണ് 5x² ആണ്. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ 5x². ആ 5 ഇല്ലേ? 5നെ നമുക്കിപ്പോൾ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് വരും? 5 × ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x². നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇത്രയുള്ള പരിപാടി. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ഫോർമുലകളൊന്നും ആലോചിച്ച് നോക്കുക. അതായത് ഈ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x/x എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്തായിരിക്കും? 1 ആയിരിക്കും. അതോടൊപ്പം തന്നെ മക്കൾ പഠിക്കേണ്ടതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x/sin x എന്നാണെങ്കിലും എന്താണ്? x/sin x എന്നാണെങ്കിലും ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണോ? ഇതോടൊപ്പം അടുത്തത് പഠിച്ചോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan xന്റെ കേസിലും tan x/x ആണെങ്കിലും എന്തായിരിക്കും? 1 ആയിരിക്കും. തിരിച്ചും പറയാം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x/tan x ആണെങ്കിലും ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇനി തൊട്ട് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. സൈൻ്റെ കൂടെ കിടക്കുന്നത് sin x/x ആ ഫോമുല ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് വേറൊരെണ്ണം കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ ഞാൻ എടുക്കുന്നത് sin x/2 ആണെന്ന് വിചാരിക്കാം. എന്തായിരിക്കണം? sin x/2. അപ്പോൾ ഇത് 1 ആയി മാറണമെങ്കിൽ നമുക്കറിയാം ഇവിടെ നോക്കുമ്പോൾ ഒറ്റ കണ്ടീഷൻ, ദേ ഈ സൈൻ്റെ കൂടെയുള്ള ആംഗിൾ ഇല്ലേ, ആ സെയിം സാധനം തന്നെയാണ് താഴത്ത് വരണമെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ മക്കൾ ഇവിടെ നോക്കിയേ, ഇവിടെ sin x/2 ആണല്ലേ കിടക്കുന്നത്. അപ്പോൾ താഴത്തും എന്ത് തന്നെ വരണം? x/2 തന്നെ വരണം. അപ്പോൾ ഇപ്പോൾ നോക്കി സൈൻ്റെ കൂടെ കിടക്കുന്ന ആംഗിൾ തന്നെ താഴത്തുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് എഴുതി വെക്കാം? 1 ആണെന്ന് വെക്കാം. ഇതേപോലെ തന്നെ ടാൻ്റെ കേസിൽ. ക്ലിയർ ആണോ? ഇതാണ് ഐഡിയ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു കോസിൻ്റെ കേസിലാണ് നമ്മൾ പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 - cos x/x ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ക്ലിയർ ആണോ? അതോടൊപ്പം തന്നെ ഇതും കൂടി അങ്ങോട്ട് പഠിച്ചോടാ. ഇപ്പോൾ 1 - cos x/2 ഡിവൈഡഡ് ബൈ x/2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ മക്കൾ ഇവിടെ നോക്കി 1 - കോസിൻ്റെ ആംഗിൾ തന്നെയാണ് താഴത്ത് എടുക്കുന്നത് അല്ലേ? തൊട്ടുമ്പിൽ സൈൻ ആയപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. സൈൻ്റെ സെയിം സാധനം തന്നെ താഴത്താണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ഇവിടെ കോസിൻ്റെ കൂടെയുള്ള ആളില്ലേ, ആൾ തന്നെയാണ് താഴത്ത് കിടക്കണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് എഴുതാം? 0 ആയിട്ട് എഴുതാം. ക്ലിയർ ആണോ? ഈ 2 കാര്യങ്ങൾ അടിപൊളിയായിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവുകയാണ്. എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? എക്സിൻ്റെ സ്ഥലത്തേക്ക് ആ ലിമിറ്റ് എന്താണോ പറഞ്ഞേക്കുന്നത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അങ്ങ് ചെയ്തു തുടങ്ങാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x + 3 ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ ആര് അപ്ലൈ ചെയ്ത് കൊടുക്കണം? 3ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നു. എക്സിൻ്റെ സ്ഥലത്ത് 3 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് വന്നടാ? 3 + 3 = 6. ആൻസർ കിട്ടി. ഫസ്റ്റ് വൺ. ഇത്രേ ഉള്ളൂ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 ആണ്. എന്താണ്? -1 ആണ്. അതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുക? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. -1 × 10 + -1 × 5 + 1 all divided by എക്സിൻ്റെ സ്ഥലത്ത് -1, സോ അഗെയിൻ -1. ഇതല്ലേ നമുക്ക് വരാം. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. -1 × 10. അപ്പോൾ എന്തായിരിക്കും ആൻസർ? -, ഒരു ഈവൻ ടേം ആണെങ്കിൽ അത് എപ്പോഴും എന്തിലായിരിക്കും? പോസിറ്റീവിലായിരിക്കും അല്ലേ? അപ്പോൾ -1 × 10 എന്ന് പറഞ്ഞാൽ ഈവൻ ടേം ആണ്. അപ്പോൾ അത് ആൻസർ എന്തായിട്ട് വന്നടാ? 1 ആണ്. കൂടുതൽ ബോധമൊന്നും ചെയ്യണ്ട. കാൽക്കുലേറ്ററിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ഐഡിയ എപ്പോഴും പഠിച്ചു വെച്ചോടാ.
അതായത് -1/24. ആൻസർ എത്രയാ? 24 ഈവൻ ടൈം അല്ലേ, അപ്പോൾ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇനി -1/19 എന്തായിരിക്കും? 19 ഓഡ് ടൈം ആണെങ്കിൽ മൈനസ് തന്നെ ഇരിക്കും. ക്ലിയർ ആണോ? ഈ ഒരു ഐഡിയ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദെൻ ഇതിലേക്ക് നമ്മൾ വരുന്നു. ദെൻ അടുത്തത് -1/5 5 ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ -1 ഓഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? -1 തന്നെ ആയിരിക്കും. ഐഡിയ കിട്ടിയ? ദെൻ +1 ഡിവൈഡഡ് ബൈ എന്താണ് -1 എന്ന് പറഞ്ഞാൽ -2. സെയിം സിമ്പിൾ ആണെങ്കിൽ ആഡ് ചെയ്യുക, സെയിം ഇതിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? -2. അപ്പോൾ ആൻസർ എന്ത് വരും മക്കളെ? 1 - 1 അത് 1 - 1 0 ആയി പോയി. അപ്പോൾ ബാക്കി അവിടെ ആരണ്ടാ? 1 ഡിവൈഡഡ് ബൈ -2 അഥവാ -1/2. ഇത്രേ ഉള്ളൂ ലിമിറ്റ് എന്ന് പറയുന്നത്. നേരെ അങ്ങ് അപ്ലൈ ചെയ്യുക, വാല്യൂ കിട്ടുക. ചില സമയത്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് കിട്ടാം, 0 വാല്യൂ കിട്ടാം, നെഗറ്റീവ് കിട്ടാം, ഒരു കുഴപ്പമില്ല. ആകെ പ്രശ്നം എന്ന് പറയുന്നത് 1/0 വരാൻ പാടില്ല, അല്ലെങ്കിൽ 0/0. കാരണം എന്താ? 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ ആണോ? അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ചില്ലറ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുള്ളൂ. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ഫോർമുലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊക്കെ ഒന്ന് പഠിക്കും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് r → 1 πr². ഇവിടെ x ഇല്ല, പകരം r ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? r-ന്റെ സൈഡിലേക്ക് ആ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൈ കോൺസ്റ്റന്റ് അല്ലേ, ബൈ അവിടെ കിടന്നോട്ടെ, ഇൻറ്റു നമ്മൾ എന്താ ചെയ്യുക? r² ആണ്. അപ്പോൾ 1 ആണ്, r-ന് പകരം തരാം. അപ്പോൾ 1². അപ്പോൾ എന്ത് കിട്ടും മക്കളെ? π × 1². 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. അപ്പോൾ π × 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? π ആയിരിക്കും. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? ഇതേ അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരെ എക്സ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരൂടാ? 4 × 4x + 3. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് 4 അപ്ലൈ ചെയ്യാം. 4 × 4 + 3 ഡിവൈഡഡ് ബൈ 4 - 2. അപ്പോൾ എന്തായിരിക്കും വരിക? 4 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 + 3 ഡിവൈഡഡ് ബൈ 4 - 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 തന്നെയാണ് അല്ലേ. അപ്പോൾ 16 + 3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാ? 19. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 19/2. ഒരു കുഴപ്പമില്ല, നമുക്ക് റാഷണൽ വാല്യൂസോ പോയിന്റ് വാല്യൂസോ എന്ത് വേണമെങ്കിലും വരാം. ആകെ വരാൻ പാടില്ലാത്തത് ആ താഴത്ത് 0 വരാൻ പാടില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇതിലേക്ക് നമ്മൾ അപ്ലൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ഇവിടെ ലിമിറ്റ് x → 0 ആണ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥലത്ത് ഇപ്രാവശ്യം ആരെ അപ്ലൈ ചെയ്യുക? 0-നെയാണ് അപ്ലൈ ചെയ്യുക. നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. a × 0 + b ഡിവൈഡഡ് ബൈ cx ആണ്. അപ്പോൾ അഗെയിൻ c × 0 + 1. എന്താണ് മക്കളെ a × 0 എന്ന് പറഞ്ഞാൽ? 0 ആയിപ്പോയി അല്ലേ. അപ്പോൾ 0 + b ഡിവൈഡഡ് ബൈ 0 + 1. അപ്പോൾ നമുക്ക് 0 + b എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? b തന്നെയാണ്. 0 + 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. താഴത്തിട്ട് കൊടുത്തില്ലെങ്കിലും അവൻ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ അല്ലേ? ഒറ്റയടിക്ക് നമ്മുടെ ആൻസർ ആയി. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റ് x → 1 ax² + bx + c ഡിവൈഡഡ് ബൈ cx² + bx + a ആണ്. നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാകുമ്പോൾ എന്ത് വരൂടാ? a × 1² + b × 1 + c all divided by c × 1² + b × 1 + a. ഇങ്ങനെയല്ല വരാം. സോ a × ഈ 1² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. 1 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് a × 1² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? a തന്നെ കിട്ടും അല്ലേ. പ്ലസ് b × 1 എന്ന് പറഞ്ഞാലും b തന്നെ, + c all divided by താഴത്ത് എന്താ കിടക്കുക? c × 1² എന്ന് പറഞ്ഞാൽ c + b × 1 എന്ന് പറഞ്ഞാൽ b + a. മക്കൾ നോക്കിയടാ, താഴത്ത് കിടക്കുന്ന മുകളിൽ കിടക്കുന്ന സെയിം സാധനം തന്നെ അല്ലേ. a + b + c എന്ന് പറയുന്ന ആൾ തന്നെയല്ലേ c + b + a എന്ന് പറയുന്നത്. ഇപ്പോൾ 1 + 2 2 + 1 സെയിം തന്നെ. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ മുകളിലും താഴെയും സെയിം ആൻസർ വന്നാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലേ x/x സെയിം സാധനം തന്നെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്ന ആൻസർ എന്തായിരിക്കും? 1 ആണ്. ഇത് നേരത്തെ ഒറ്റയടിക്കാൻ കട്ട് ചെയ്ത് കളയാം, ആൻസർ 1 കിട്ടി. സെറ്റ് അല്ലേ? വലിയ പാടൊന്നുമില്ലല്ലോ. ഇത്രേ ഉള്ളൂ പരിപാടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് റീഅറേഞ്ച് ഒക്കെ ചെയ്യേണ്ടി വരും ചില ക്വസ്റ്റ്യനിൽ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുമ്പ് മക്കൾ എനിക്കിതേ ഈ ഒരു ഫോർമുല അറിയാമെന്ന് നോക്കി. a² - b². എന്താണ് a² - b² എന്ന് പറയുന്നത്? നമ്മുടെ ഫോർമുലയുണ്ട് a + b × a - b. എന്തായിരിക്കും? a + b × a - b. അപ്പോൾ എപ്പോഴും ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ എന്താ ചെയ്യാന്ന് അറിയോ? ലിമിറ്റ് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2 - 2 ആയി, താഴത്ത് അപ്ലൈ ചെയ്യുമ്പോൾ 2² - 4 ആയി. അപ്പോൾ 2 - 2 എന്ന് പറഞ്ഞാൽ 0/0. ഈ ഫോം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആൻസർ പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? ഈ x² നമ്മൾ ലിമിറ്റ് x → 2 നമ്മൾ എന്താ ചെയ്യുക? x - 2ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ x² - 4ന് നമുക്ക് എങ്ങനെ എഴുതാം? x² - 2² എന്ന് എഴുതിക്കൂടെ?
ഇപ്പതേ നമ്മുടെ ഒരു ഫോർമുലയിലേക്ക് ഐ ഡിനോമിനേറ്റർ പാർട്ട് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആയിരുന്നു കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടെ എന്താണ് വരിക? എക്സ് മൈനസ് 2. അതുപോലെ തന്നെ താഴത്ത് എന്തായിരിക്കും വരിക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് അല്ല. അപ്പോൾ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എന്തായിരിക്കും വരിക? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഐഡിയ കിട്ടിയ? ഇപ്പം മക്കൾ നോക്കിയേ, നമുക്ക് ദൈവന്മാരെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? എക്സ് മൈനസ് 2 മുകളിൽ നിന്ന് താഴെയുണ്ട്, കട്ടായി പോയി. അപ്പോൾ ബാക്കി അവിടെ ആര് മാത്രം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. മുകളിലുള്ള ആൾ കട്ടായി പോയിട്ട് 1 ഡിവൈഡഡ് ബൈ താഴത്താരാ? എക്സ് പ്ലസ് 2. നേരെ അങ്ങോട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കി, നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? 0/0 ഫോമിൽ വരും. പക്ഷേ ഇതേപോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മുടെ ആൻസർ ആവും. സോ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ സ്ഥലത്ത് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 + 2. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞിട്ട് ആൻസർ ആയി. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ടൈപ്പ് നിർബന്ധമായിട്ടും പഠിച്ചു നോക്കണം കേട്ടോ. എപ്പോഴും ഡയറക്റ്റ് തന്നെ കിട്ടണം എന്നില്ല, ഇതേപോലെ വരും. പക്ഷെ നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മുടെ ആൻസർ ആവും. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചു. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇവിടെ തൊട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ചുകൾ മാറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വേർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് 2 ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഞാൻ ആദ്യമേ തന്നെ ഒരു ലൈൻ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വാല്യൂവിനെ മാത്രം നോക്കിയാൽ മതി. 1 ആണ് അല്ലേ? ഇപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്, 1 ആണ്. ഇനി ഇവിടെ 2 കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിൻ്റെ വാല്യൂ 1 ആവുകയോ ലെസ് ദാൻ ആവുകയാണെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരാണ്? എക്സ് സ്ക്വയർ. അപ്പോൾ ലെസ് ദാൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക? അവിടെ ഫംഗ്ഷൻ ആരാ? എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ അവിടുത്തെ ഫംഗ്ഷൻ ആരാ? മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. എന്താണ്? ഇവിടെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ആണ്. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 1 മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 1 പ്ലസ് എന്ന് പറഞ്ഞിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. സെറ്റല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയ മനസ്സിൽ വരാം. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണോടാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരെയൊക്കെ ഇതാക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആവണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ്, 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും വരുന്ന ആ ഒരു ഫംഗ്ഷൻ ഈക്വൽ ആവണം ആർക്ക്? 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ 2 ഫംഗ്ഷനിൽ നമ്മൾ ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കും. 2 പേരും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ലിമിറ്റ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ ആണോ? നമുക്ക് പിടിക്കാം. നമ്മൾ ആദ്യമേ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യാം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ആരാണ് മക്കളെ? എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് അവിടുത്തെ ഫംഗ്ഷൻ ആരാടാ? എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ 1 മൈനസ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മക്കളെ -1 ഒന്നും ഇട്ട് കൊടുക്കരുത്. 1 മൈനസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കേണ്ടത് ആരെയാ? 1നെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരും ഇട്ട് കൊടുക്കുക? 1 സ്ക്വയർ മൈനസ് 1. 1 സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് 1. അതപ്പോൾ ആൻസർ എന്തായി പോയി? 0 ആയിട്ട് പോയി. നമുക്ക് നോക്കാം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോഴും ഇത് തന്നെയാണോ കിട്ടണമെന്ന് നോക്കാം. സോ നമ്മൾ അടുത്ത് ചെയ്യാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിലേക്ക് നമ്മൾ പോവാം. ഇത് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരുന്നു, ഇത് നമ്മളുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരുന്നു. ഓക്കെ അല്ലേ? നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട് 1 പ്ലസ് എന്നാണ് നമ്മൾ എടുക്കുക കേട്ടോ. സോ 1 പ്ലസ് അവിടെ ഏതാണ് ഫംഗ്ഷൻ? ഇതാണ് ഫംഗ്ഷൻ. 1 പ്ലസ്സിൽ അതാണ് ഫംഗ്ഷൻ. ഏതാണ്? മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ മക്കൾ ശ്രദ്ധിക്കണോടാ, മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നല്ല തന്നത്, മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് തന്നത്. സോ നമ്മൾ ഇട്ട് കൊടുക്കുക മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് ആണെങ്കിലും 1 മൈനസ് ആണെങ്കിലും 1 തന്നെയാണ് ഇട്ട് കൊടുക്കുക. -1 ആണ് വരിക. അപ്പോൾ എന്ത് വരും? -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ? 1 - 1. അപ്പോൾ ആൻസർ എന്ത് കിട്ടിയടാ? -1 എന്ന് പറഞ്ഞാൽ -2. എന്തായിരിക്കും? -2. ഇവിടെ ഒരു കാര്യം നോക്കിയടാ, 2 ലിമിറ്റും ഡിഫറെൻ്റ് ആയി പോയി അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ്. രണ്ടും 2 വാല്യൂ കിട്ടി അല്ലേ? ഒരാൾക്ക് 0 കിട്ടി, ഒരാൾക്ക് -2 കിട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore the limit does not exist at എന്ത് പറയണം? at x is equal to 1. x എന്ന് ആ 1ലെ പോയിന്റ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്തേ, അവിടെ നമുക്ക് കിട്ടിയില്ല. ഇത്രയുള്ള ആൻസർ. ഐഡിയ കിട്ടിയ? ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ.
അപ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചോടാ. ഇവിടെ നമ്മുടെ അടുത്ത് 2 വാല്യൂസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സും അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 0 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 1 എങ്ങനെ കണ്ടുപിടിക്കും? ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടില്ലേ, 0 തന്നിട്ടില്ലേ, നമ്മൾ അവരുടെ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ബാക്കിയുള്ള എല്ലാ കേസിലും അവൻ എന്തായിരിക്കും? എക്സിസ്റ്റ് ചെയ്യും. എന്തായിരിക്കും? തന്നിരിക്കുന്ന പോയിന്റ് മാത്രം ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ കണ്ടീഷനും എന്തായിരിക്കും? അവൻ എക്സിസ്റ്റ് ചെയ്യും. അതെന്താണെന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മളിവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഇവൻ്റെ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ആളെ പഠിക്കാം. സോ നമ്മളിവിടെ നേരത്തെ ചെയ്തതുപോലെ ഇവിടുത്തെ നമ്മുടെ പോയിന്റ് 0 ആണ് അല്ലേ, 0 ആണ്. അപ്പോൾ 0ൽ ഞാൻ എടുക്കുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 0 പ്ലസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 0ലേക്ക് വരുന്നത്. ദെൻ അടുത്ത ആരാ? 0 മൈനസ് ആണ്. സോ നമുക്ക് ഇവനെയും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 0 മൈനസിൽ ലെസ് ദാൻ 0, അതായത് 0നേക്കാൾ കുറവിൽ അത് എത്രയാണ് വരിക? ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x + 3 ആണ്. ഓക്കെ അല്ലേ? ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ പോവാം. എക്സ് ഗ്രേറ്റർ ദാൻ 0ലാണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ ആരാ? 3 × x + 1 ആണ്. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ആരെ ചെക്ക് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അവിടെ ആരടാ 0 മൈനസിൽ വരാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസിൽ ഫംഗ്ഷൻ ആരാ? 2x + 3. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആരെയാ? എക്സിൻ്റെ വാല്യൂ 0 മൈനസ് എന്ന് പറഞ്ഞാലും 0 പ്ലസ് എന്ന് പറഞ്ഞാലും 0ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 0 + 3. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0 + 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ 3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ആയി. ഓക്കെ അല്ലേ? ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? 0 പ്ലസിൽ നമ്മുടെ ഫംഗ്ഷൻ ആരടാ? 3 × x + 1 ആണ്. അപ്പോൾ അതായത് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്തായിരിക്കും വരിക? 3 × x + 1 ആണ്. നമുക്കിനി എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂ അങ്ങ് അപ്ലൈ. എക്സിൻ്റെ വാല്യൂ 0 അല്ലേ? അപ്പോൾ 3 × 0 + 1. അപ്പോൾ ആൻസർ എത്ര കിട്ടൂടാ? 3 × 0 + 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? അപ്പോൾ 3 × 1 3. ഇവിടെ നോക്കിയ മക്കള് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് എന്ത് കിട്ടിയടാ? ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore the limit exists at x is equal to 0. ഇനി ബാക്കിയുള്ള ആരെയും നമ്മൾ നോക്കണം. ബാക്കിയുള്ളവരൊക്കെ എക്സിസ്റ്റ് ആയിരിക്കും. അതെങ്ങനെയാണെന്നല്ല ഇത്ര ഐഡിയ കിട്ടിയില്ലേ? ഇനിയാണ് ഞാൻ പറയുന്ന കാര്യം നല്ല ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കണം കേട്ടോ. സോ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് ഇതിലേക്ക് ഇതാവാണ്. ഇതിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. സോ ഞാനിവിടെ എടുക്കുകയാണ്. 0ലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ആരൊക്കെയാണ്? 3. റൈറ്റ് ഹാൻഡ് ഇതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? 3 × x + 1 ആണ്. ഇവിടെ 2x + 3 ആണ്. 2x + 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം ഇത് 0 പ്ലസ് ആണ്. ഇത് ആരാടാ? 0 മൈനസ് ആണ്. അപ്പോൾ ഇനി മക്കൾ നോക്കിയേ, നമുക്ക് അടുത്ത ആളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്നാണ് അല്ലേ? അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് 0യുടെ റൈറ്റ് ഹാൻഡ് സൈഡിലല്ലേ വരണത്? അപ്പോൾ ഇവിടെ ആയിരിക്കില്ലേ 1 വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 0 ഗ്രേറ്റർ ദാൻ 0ൽ ഇവൻ്റെ ഫംഗ്ഷൻസ് എല്ലായിടത്തും എന്ത് തന്നെയായിരിക്കും? 3 × x + 1. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എല്ലാ കേസിലും എന്ത് തന്നെയായിരിക്കും? 3x + 1 തന്നെയായിരിക്കും. അപ്പോൾ മക്കൾ നോക്കിയേ 1 ഇവിടെ. അപ്പോൾ 1 + ഇവിടെ വരും, 1 - ഇവിടെ വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 + ആണെങ്കിലും 1 - ആണെങ്കിലും ഇവിടെ മൊത്തം ആര് തന്നെയാണ്? 3 × x + 1 തന്നെയല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടണത് ആരെ തന്നെ ആയിരിക്കും? ഞാൻ ഇട്ട് കൊടുക്കുന്നു. ലിമിറ്റ് എക്സ് ഇവിടെയും 3 × x + 1 ആണ്, ഇവിടെയും 3 × x + 1. റൈറ്റിലേക്ക് പോകുന്ന എല്ലായിടത്തും ആര് തന്നെയാണ്? 3 × x + 1 ആണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 × x + 1 ആണ്. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 അല്ലേ? ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടൂടാ? 3 × 1 + 1. അപ്പോൾ എത്ര കിട്ടും? 3 × 2 6 കിട്ടും. ഇനി 1 ഇട്ട് കൊടുത്താലേ 1 - ഇട്ട് കൊടുത്തു. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഇട്ട് കൊടുക്കുക 3 × x + 1. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ആൻസർ എന്ത് കിട്ടും? 6 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവൻ എക്സിസ്റ്റ് ആയിരിക്കും. ഇനി അപ്പോൾ കുറച്ച് പേർക്ക് തോന്നും, അപ്പോൾ സാറേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വാല്യൂ വന്നാലാ? പിടിച്ചോടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഞാൻ എടുക്കുക -2 എടുക്കുക. 0നേക്കെ കുറഞ്ഞ ഒരാൾ എടുക്കുക. -2 എഫ് ഓഫ് എക്സ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ 0 ഇവിടെ അല്ലേ? ഈ -2 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കില്ലേ മക്കളെ വരാം? 0യുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ചെന്താ? 0നേക്കാൾ കുറവുള്ള എല്ലായിടത്തും ആര് തന്നെയാണ്? 2x + 3. അതായത് ഇവിടെയും 2x + 3 ആണ്, ഇവിടെയും ആര് തന്നെയാണ്?
2x+3 തന്നെയാണ്. ദേ ആൻസർ ആയി. ഇപ്പോൾ രണ്ട് സൈഡിലും സെയിം ഫംഗ്ഷൻ അല്ലേ, ഇട്ട് കൊടുക്കാൻ പോണ വാല്യൂ -2, കിട്ടണ വാല്യൂ അപ്പോൾ എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി, തന്നേക്കുന്നൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ എന്ത് തന്നെയായിരിക്കും, എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഐഡിയ കിട്ടിയ, അപ്പോൾ ഈ ഒരു ഐഡിയ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റിൻ്റെ ഓൾമോസ്റ്റ് സകല സാധനവും കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഫോർമുല ഉണ്ട് കേട്ടോ. അതായത് ചില സമയത്ത് ഈ ഒരു ഫോർമുലയിൽ വരും, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ ആക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു, എന്തായിരിക്കും, ലിമിറ്റ് x ടെൻസ് ടു a x⁻n ഡിവൈഡഡ് ബൈ x-a എന്നാണ്. ആ ഒരു രീതിയിലാണ് ഫോർമുല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, n⁻n−1 ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ പിടിച്ചോടാ. ഞാൻ തരികയാണ് ലിമിറ്റ് x ടെൻസ് ടു 2 ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഞാൻ തരുന്നത് x⁻³ - 8 ഡിവൈഡഡ് ബൈ x-2. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കിയേ. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ താഴത്തെ x-2 ആണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, 2 - 2 0, താഴത്തെ 0 വന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല, അത് 0/0. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫോർമുലയുടെ കാര്യം മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ x³ ആണ് അല്ലേ, മൈനസ് എപ്പോഴും ഈ എക്സിൻ്റെ ഒരു പവർ തന്നിട്ട് തൊട്ടപ്പുറത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ എപ്പോഴും ആലോചിച്ചോ അവനെ നമുക്ക് ആ പവറിൻ്റെ ടൈമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതോ ഒരാളുടെ ക്യൂബാണ് 8 എന്ന് പറയുന്നത്. ആരുടെ ക്യൂബാണ്, ലിമിറ്റ് x ടെൻസ് ടു 2, ഇവിടെ എന്തായിരിക്കും വരാ, x³ - 8നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × ക്യൂബ് അല്ലേ 8 എന്ന് പറഞ്ഞേ, 2 × 2 × 2. അപ്പോൾ ദേ x-2. ഇനി മക്കൾ ഈ ഫോർമുലയിലേക്ക് നോക്കിയേ. അതെ, നമ്മൾ പഠിച്ച ഫോർമുലയാണ് ഈ കിടക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞടാ, n എന്ന് പറഞ്ഞാൽ e⁻². അപ്പോൾ n ഇവിടെ എത്രയാ, 3 ആണ്. ഇവിടെ എയുടെ സ്ഥലത്ത് ഇവിടെ കിടക്കുന്നത് ആരാ, എ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് ആര് തന്നെയാടാ, 2 ആണ്. ദേ ആൻസർ ആയി. ഇനി നമുക്ക് ഇട്ട് കൊടുത്താൽ പോലെ എന്താണ് ഫോർമുല, n⁻n−1. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരാ, n⁻n−1 എന്ന് പറഞ്ഞാൽ 3 × 2⁻n−1 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാലും n എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും, 3-1 അല്ലേ, n⁻n−1. അപ്പോൾ എന്ത് വരും, 3 × 2⁻3-1 എന്ന് പറഞ്ഞാൽ ആരാ, 2 ആണല്ലേ. അപ്പോൾ 3 × 2² എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ആൻസർ എത്ര കിട്ടി, 12 കിട്ടി. ഐഡിയ കിട്ടിയ. അപ്പോൾ ഈ ഒരു മോഡൽ പഠിച്ചു വെച്ചു. നിങ്ങളിപ്പോൾ എപ്പോഴും ഇടയ്ക്കെങ്കിലും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ കഴിഞ്ഞൊരു 5-6 വർഷം എടുത്തു കഴിഞ്ഞാൽ മിനിമം 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മോഡൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം നല്ല പ്രോപ്പറായിട്ട് പഠിച്ചെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യും. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതാണോ എന്ന് ഡൗട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു 0. അപ്പോൾ നമ്മളൊന്ന് വെറുതെ ഒരു ലിമിറ്റ് കിട്ടിയാൽ ആദ്യം നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, 0 അപ്ലൈ, നമ്മുടെ ആ ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചടാ, മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ 0 + 1⁵ - 1, താഴത്ത് 0. താഴത്ത് 0 വരുമ്പോൾ തന്നെ ഇവൻ എന്താണ്, നമുക്ക് അറിയില്ല, നോട്ട് ഡിഫൈൻഡ് ആയിട്ട് പോയി. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ടൈപ്പ് ആലോചിച്ച് പഠിച്ചോ. ബ്രാക്കറ്റിൻ്റെ അകത്ത് റേസ്⁴ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇവനൊരു ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തും. ആ റീഅറേഞ്ച്മെൻ്റ് ആണ് എന്തെന്ന് പറയാം, ബ്രാക്കറ്റിലുള്ള ആളില്ലേ x+1, അവനെ നമ്മൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യും, y ആയിട്ട് അപ്ലൈ ചെയ്യും. എന്തായിരിക്കും, ബ്രാക്കറ്റിലുള്ള ആളെ നമ്മൾ y ആയിട്ട് അപ്ലൈ ചെയ്യും. അത് അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് x = അപ്പോൾ എന്ത് വരും എന്ന് ആലോചിക്കാം. x എന്ന് പറഞ്ഞാൽ എന്താ, 1നെ പിടിച്ച് അപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ എന്ത് വന്നറാ, y-1 ആയി. എന്തായി, y-1 ആയി. ഇനി നമുക്ക് ഈ ലിമിറ്റിൻ്റെ കേസിൽ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ x+1⁵ വരെ ഇപ്പോൾ നമുക്ക് എന്ത് എഴുതാം, x+1 പകരം y⁵ എന്ന് എഴുതാം. -1 ഡിവൈഡഡ് ബൈ x പകരം y-1 ആണ്. പക്ഷേ ലിമിറ്റ് x ടെൻസ് ടു 0 അല്ലേ, ഇവിടെ ഫംഗ്ഷൻ നമ്മൾ മൊത്തം y-യിലേക്ക് മാറ്റിയില്ലേ. അപ്പോൾ നമ്മൾ ലിമിറ്റിനെ എന്തിലേക്ക് മാറ്റണം, y-യുടെ ടൈമിൽ മാറ്റണം. അത് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ കണ്ടീഷൻ ഇതല്ലേ നമ്മുടെ കണ്ടീഷൻ. x ടെൻസ് ടു എത്രയാണെന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് 0. ആ വാല്യൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 0 + 1 = y, അതായത് y = എന്ത് കിട്ടി, 1 കിട്ടി. ആ വാല്യൂ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഐഡിയ കിട്ടിയ, നമുക്ക് എന്താണോ കിട്ടുക ആ ഒരു സാധനം എടുക്കുക, അതിലേക്ക് എത്രയാണോ എക്സിൻ്റെ വാല്യൂ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വൈയുടെ ഒരു വാല്യൂ കിട്ടും. അത് വേണം ലിമിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി മക്കൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കി. ഇപ്പം നമ്മൾ പഠിച്ചൊരു ഫോർമുലയിലേക്ക് ഒരു കാര്യം കൂടി പഠിച്ചു ചോദിച്ചോ, 1 എന്ത് വന്നാലും ആൻസർ എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പം എനിക്ക് ഇത്രയും കൂടി ഭംഗിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂലേ, ലിമിറ്റ് y ടെൻസ് ടു 1 y⁵ - 1⁵ എന്ന് എഴുതിയോണ്ട് വലിയ പ്രശ്നമുണ്ടോ, 1 എന്ത് വന്നാലും ആൻസർ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ y-1. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുലയായി. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരാൻ പോവുക, n⁻n−1. അപ്പോൾ ഇവിടെ n എത്രയാടാ, n എന്ന് പറഞ്ഞാൽ ⁻⁴ ആണ്. ⁻⁴ എത്രയാടാ, 5 ആണ് അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് ഫോർമുല പഠിച്ചില്ലേ, x⁻n - a⁻n. അപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ ആരാ, a എന്ന് പറഞ്ഞാൽ
1 ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഫൈനൽ ആൻസർ വരാം na⁻n−1. അപ്പോൾ ഇവിടെ നമുക്ക് ആ വാല്യൂസ് എല്ലാം ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 × a എന്ന് പറഞ്ഞാൽ 1⁻5−1. അപ്പോൾ ആൻസർ എന്ത് വരും? 5 × 1⁴. 1 എന്ത് വന്നാൽ ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയല്ല. അപ്പോൾ 5 × 1 ആൻസർ എത്ര കിട്ടിയടാ? 5. ദേ പിടിച്ചു, ആൻസർ ആയി. അപ്പോൾ ഈ ഒരു ടൈപ്പ് പഠിച്ചു വെച്ചോട്ടാ. എന്തായിരിക്കും ഈ ഒരു മോഡൽ വരാം? ചില സമയത്ത് ഇങ്ങനെയും വരാം. √x+1 -1 ഡിവൈഡഡ് ബൈ x ലിമിറ്റ് x ടെൻസ് ടു 0. ഇങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ ഇവനെയും നമ്മൾ എങ്ങനെ എടുക്കും എന്നറിയോ? ഈ റൂട്ടിൻ്റെ വാല്യൂവിനെ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. ലിമിറ്റ് x ടെൻസ് ടു 0 x+1⁴ കാരണം √xനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁴ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ -1 ഡിവൈഡഡ് ബൈ x ഇങ്ങനെ കിട്ടും. ഇതും നമ്മളിപ്പോൾ ചെയ്ത അതേ മോഡലിൽ തന്നെ അങ്ങ് ചെയ്യാൻ പറ്റും. x+1നെ y ഇട്ട് കൊടുക്കുക, അതേ ആൻസർ ഒറ്റയടിക്ക് ഇതേപോലെ കിട്ടും. സെറ്റല്ലേ? അപ്പോൾ ഈ ഒരു ടൈപ്പ് പഠിച്ചു. ഈ രണ്ട് സാധനം ഒന്ന് പഠിച്ചു വെച്ചോടാ. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണമെന്ന് ഉറപ്പിച്ച് പറയുന്ന വളരെ ചുരുക്കം ക്വസ്റ്റ്യനുകളിൽ ഒന്നാണിത്. കാരണം ഇത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആളെ പഠിക്കാം. മോഡ് x വരുമ്പോൾ. അപ്പോൾ മോഡ് എക്സിൻ്റെ കേസ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മോഡ് x എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷനാണ്. എപ്പോഴൊക്കെയാണെന്നറിയോ? മോഡ് x എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ x ആവാം, അല്ലെങ്കിൽ എന്താവാം? നെഗറ്റീവ് x ആവാം. മോഡ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ +x ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് x ആവാം. എപ്പോഴാണെന്നറിയോ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് >0 ആണെങ്കിൽ, എന്താണ്? എക്സിൻ്റെ വാല്യൂ >0 ആണെങ്കിൽ x തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി എക്സിൻ്റെ വാല്യൂ <0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? -x ആയിരിക്കും. എന്താണ്? എക്സിൻ്റെ വാല്യൂ 0ന് ഈക്വലോ 0നേക്കാൾ കൂടുതലാണെങ്കിൽ എക്സ് പോസിറ്റീവായിട്ട് നിൽക്കും. എക്സിൻ്റെ വാല്യൂ 0നേക്കാൾ കുറവാണെങ്കിൽ നെഗറ്റീവ് x ആയിട്ട് നിൽക്കും. അപ്പോൾ ഇനി തൊട്ട് മോഡ് x വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് x = 0 അവൻ 0 ആണ്. സോ x ≠ 0. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതായത് ഇവിടെ 0 ഉണ്ടല്ലേ. അപ്പോൾ രണ്ട് കണ്ടീഷനാണ് വരിക. ഏതൊക്കെയാണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? x = 0 അവൻ 0 ആണ്. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് ആരെയാ? 0+ ചെക്ക് ചെയ്യണം, 0- ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ≠ 0 എന്ന് തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അയ്യോ ഇതെവിടെ വരും? ഒന്നുമില്ലടാ. ≠ 0 എന്ന് പറഞ്ഞാൽ x 0 അല്ലാത്ത കണ്ടീഷനിൽ എല്ലായിടത്തും, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഏത് കണ്ടീഷനിലും നമ്മുടെ എന്തായിരിക്കും? മോഡ് x/x തന്നെയായിരിക്കും വരാം. എന്തായിരിക്കും? മോഡ് x/x തന്നെയാണ് വരാം. ഇവിടെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മോഡ് എക്സിനെ ഒന്ന് മാറ്റാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ 0- കണ്ടീഷനില്ലേ? 0- കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? നമ്മൾ പറഞ്ഞു 0- എന്ന് പറഞ്ഞാൽ 0നേക്കാൾ കുറവുള്ള സ്ഥലം. 0നേക്കാൾ കുറവുള്ളതെന്ന് പറഞ്ഞാൽ ഏതാ? ഇതല്ലേ വരാ? x ടെൻസ് ടു. അപ്പോൾ ഇവിടെ നമ്മൾ മോഡ് x എന്ത് ചെയ്യും? x<0 ആ ഒരു കണ്ടീഷനല്ലേ? -x. അപ്പോൾ മോഡ് x/x എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യൂടാ? മോഡ് എക്സിന് പകരം നമുക്ക് ആര് വരും? -x ഇട്ട് കൊടുക്കണം. ഐഡിയ കിട്ടിയ? 0നേക്കാൾ കുറവുള്ള കണ്ടീഷനിൽ മോഡ് എക്സിനെ നമ്മൾ മാറ്റും. എങ്ങനെ മാറ്റും? -x ഇട്ട് കൊടുക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? ഇവിടെ എക്സും എക്സും ക്യാൻസൽ ആയിട്ട് -1 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. സോ ഇനി അടുത്തത് 0+ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 0+ അവിടെയും മോഡ് x/x ആണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 0+, 0നേക്കാൾ വലുതിലൊക്കെ ഏതാണ് നമ്മൾ കണ്ടീഷൻ പഠിപ്പിച്ചു തന്നത്? x ആണല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്ത് വരും? x/x. ആൻസർ എന്തായിരിക്കും? 1 ആയിട്ട്. ആ മോഡ് എക്സിന് വരെ നമ്മൾ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഐഡിയ കിട്ടിയ? 0നേക്കാൾ കുറവാകുമ്പോൾ മോഡ് എക്സിനെ നമ്മൾ -x ഇട്ട് കൊടുക്കും. 0നേക്കാൾ വലുതാകുമ്പോൾ മോഡ് എക്സിനെ നമ്മൾ എന്തിട്ട് കൊടുക്കും? x ഇട്ട് കൊടുക്കും. ഐഡിയ കിട്ടിയ? ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മളൊന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ. ലിമിറ്റ് x → 0 0 - f(x). അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതി തുടങ്ങുക? ലിമിറ്റ് x → 0. മോഡ് എക്സിന് പകരം നമ്മൾ എന്ത് മാറ്റും? -x/x ആയി. അപ്പോൾ ആൻസർ എന്തായടാ? ലിമിറ്റ് x → 0 -1. x ക്യാൻസൽ ആയിട്ട് അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? -1. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും ആൻസർ കേട്ടോ. നേരെ അങ്ങ് അപ്ലൈ ചെയ്യാം. -1 ആണ്. ദെൻ അടുത്ത പരിപാടി എന്താ? ലിമിറ്റ് x → 0 + f(x) ആണ്. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് x → 0 മോഡ് x/x ആണ്. ആ മോഡ് എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഇവിടെ 0+. അപ്പോൾ മോഡ് എക്സ് എന്തായിട്ട് മാറി? +x ആയി. അപ്പോൾ x/x. അപ്പോൾ ആൻസർ എന്ത് വരും? ലിമിറ്റ് x → 0 1 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടി. കോൺസ്റ്റന്റ് 1. അപ്പോൾ ആൻസറും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, രണ്ടുപേരും സെയിം ആയിട്ട് കിട്ടിയാ? ഇല്ല. കാരണം എന്താ? ക്വസ്റ്റ്യൻ പറഞ്ഞു x = 0 0 പക്ഷെ നമുക്ക് പിന്നെ കിട്ടിയ രണ്ടുപേര് രണ്ട് ആൻസറാ. അപ്പോൾ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? therefore limit does not exist. എന്തായിരിക്കണം? does not exist at x is equal to 0. x എന്ന് പറയുക x = 0 അല്ല, അവൻ എന്തല്ല? എക്സിസ്റ്റ് അല്ല. കാരണം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വേറെ ആളായി പോയി, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വേറെ ആളായി പോയി. ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ പരിപാടി.
നെക്സ്റ്റ് ആളെ പിടിച്ചു ഡെറിവേറ്റീവ്. ലിമിറ്റ്സിൻ്റെ പരിപാടികൾ മൊത്തം ഓൾമോസ്റ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്നറിയോ, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ആയിട്ട് തരും, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തരും. നമ്മൾ ആ ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യണത് ഇങ്ങനെയായിരിക്കും, എഫ് ഡാഷ് എക്സ്. എന്തായിരിക്കണം? എഫ് ഡാഷ് എക്സ്. എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഡെറിവേറ്റീവ് ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ കണ്ടോ ഡി ബൈ ഡി എക്സ്. ഈ വൈ എന്ന് പറഞ്ഞ ടേമിനെ എക്സിനെ വിത്ത് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് ചെയ്യും. ഒരു ചേഞ്ചാണ് സത്യത്തിൽ നടക്കാൻ പോകുന്നത്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇതാണ് ഈ ഡെറിവേറ്റീവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണ സിസ്റ്റം. അപ്പോൾ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് എഫ് ഡാഷ് എക്സ് എന്ന് പറയും. വൈ എന്നായിട്ടാണ് തരണമെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. സെറ്റ് അല്ലേ? നമുക്ക് അത് അടുത്തൊരു ക്വസ്റ്റ്യൻ പിടിച്ചു. അതിനു മുമ്പ് അതൊരു പ്രിൻസിപ്പിൾ, ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് കട്ട് മെത്തേഡിലാണ്. ക്വസ്റ്റ്യനിൽ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുലയിൽ ഇട്ട് തന്നെ ചെയ്യണം. എന്താണ് ആ ഫോർമുല? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ കുറേ പേർക്കെങ്കിലും തലവേദന എടുക്കും. എന്താണ് സാർ ഈ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ്? വലിയ പരിപാടിയൊന്നുമല്ല. ദേ പിടിച്ചോടാ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ ടാൻ എക്സ് ആണെന്ന് വിചാരിക്കാം. എന്താണ്? ടാൻ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് അവിടെ എന്തിട്ട് കൊടുക്കുക? എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ഇല്ലടാ. അപ്പോൾ എന്ത് വരും? ടാൻ എക്സിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കും? എക്സ് പ്ലസ് എച്ച്. ഇത്രേ ഉള്ളൂ. ദെൻ അടുത്ത ആളെ പിടിച്ചോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പോട്ടെ ഇത്തിരി കൂടി സിമ്പിൾ ആയിക്കോട്ടെ, എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അപ്പോൾ എന്ത് വരും? ആ എക്സിൻ്റെ സ്ഥലമല്ലേ, അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത്. വലിയ സാധനം ഒന്നും അല്ലടാ, ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? അടുത്ത ആളെ പിടിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലിമിറ്റിൻ്റെ കേസിൽ നമുക്ക് രണ്ടുപേരെ ആഡ് ചെയ്തിട്ട് ലിമിറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? സെപ്പറേറ്റ് ഡെറിവേറ്റീവ് ചെയ്യാം. നമുക്ക് ഒറ്റയടിക്കും ചെയ്യാം, സെപ്പറേറ്റും ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി മൈനസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഡെറിവേറ്റീവ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അതിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ദെൻ പ്രൊഡക്റ്റ് റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. രണ്ട് ഫംഗ്ഷൻ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, രണ്ട് ഫംഗ്ഷൻ വന്നു വിചാരിച്ചോ. ഇപ്പോൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ്, എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. എന്താണ് ഈ പ്രൊഡക്റ്റ് റൂൾ? ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് എന്നാണ്. വലിയ ഇതൊന്നുമില്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എന്തായിരിക്കും? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് യു വി ഡാഷ്. അപ്പം എന്ത് വരും? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. എന്താണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ആദ്യം ആലോചിച്ച് നോക്കുക. ഇതൊരു ഫോർമുലയിൽ തന്നെ പഠിച്ചു നോക്കാടാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഐഡിയയിൽ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ കോഷ്യൻ റൂൾ നമുക്ക് സിമ്പിൾ ആയിരിക്കും. കാരണം ഇതേ സാധനം തന്നെയാണ്, ഒരു ചെറിയൊരു സൈൻ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാവും. അപ്പോൾ എന്താണ് ഇതിൽ വരിക? യു വി ഡാഷ്. അപ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? സെക്കൻഡ് ഇൻറ്റു നമ്മളുടെ രണ്ടാമത് എടുക്കുന്ന ആളില്ലേ, അയാളെ സെക്കൻഡ് ഇൻറ്റു അവൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എന്ത് ചെയ്യുക? പിന്നെ തിരിച്ചെഴുതുക. നമ്മൾ സെക്കൻഡിന് എടുത്തപ്പോൾ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യാം? ഫസ്റ്റ് എടുക്കുമ്പോൾ ആരുടെ ഡെറിവേറ്റീവ് ചെയ്യുക? സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുക. ഐഡിയ ആണോ? ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത ആൻസറായി. ദെൻ ഒരാൾ കൂടി പഠിച്ചു കേട്ടോ, കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞാൽ താഴത്ത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും വരുമ്പോഴായിരിക്കും നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ നമുക്കിത് ഇപ്പോൾ ഇങ്ങനെ എടുത്തു നോക്കുമോ? ഫസ്റ്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. നമുക്ക് എന്തായിരിക്കും? നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച അതേ സാധനോടാ. സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എന്താണ്? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് എന്ത് വരും? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. നമ്മൾ തൊട്ടും എഴുതിയില്ലേ? ഇവിടെ പ്ലസ് ആയിരുന്നു പ്രൊഡക്റ്റ് റൂളിൽ, കോഷ്യൻ റൂൾ വന്നപ്പോൾ അവിടെ എന്ത് വന്നു? മൈനസ് വന്നു. ഓൾ ഡിവൈഡഡ് ബൈ താഴത്ത് കിടക്കുന്ന ആളില്ലേ, അതായത് സെക്കൻഡ്, അവൻ്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇതാണ് ആ ഫോർമുല. എന്തായിരിക്കും? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഓൾ ഡിവൈഡഡ് ബൈ താഴത്ത് എടുക്കുന്ന ആളുടെ സ്ക്വയർ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇത് നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മക്കൾ പഠിച്ചു വെച്ചു. ഇത് ഞാൻ നിങ്ങൾ അങ്ങോട്ട് കാണാതെ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. എപ്പോഴും പഠിച്ചു വെച്ചോ. ഡി ബൈ ഡി എക്സ് ഓഫ്, ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുക കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം, പൈ ആവാം. ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തായിരിക്കും? ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സെറ്റല്ലേ? ദെൻ അടുത്ത ആളെ പിടിച്ചോടാ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്തായിരിക്കും വരാം? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നോക്കിയാൽ ഡി എക്സ് ബൈ ഡി എക്സ്, മുകളിലും താഴത്തും ഒരേ സാധനം. ആൻസർ എന്തായി? 1 ആയി. ഇത്രേ ഉള്ളൂ.
ചുമ്മാ അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചു. എന്തായിരിക്കും ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ അടുത്ത ആൾ ഇമ്പോർട്ടൻ്റ് ആട്ടോ, d/dx ഓഫ് എക്സ് റേസ് ടു എൻ. എന്തായിരിക്കും? എക്സ് റേസ് ടു എൻ. എന്താണ് ഫോർമുല എന്നറിയോ? നമ്മൾ എക്സ് റേസ് ടു എൻ, ഇപ്പോൾ തൽക്കാലം എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. d/dx ഓഫ് ഇതിൻ്റെ ആൻസർ വരാൻ പോണത് എന്താണെന്നറിയോ? 2x റേസ് ടു 1 അഥവാ 2x ആയിരിക്കും. എന്താ നമ്മൾ ചെയ്തത്? ആ റേസ് ടു പവർ ഫ്രണ്ടിൽ എഴുതാം, nx റേസ് ടു n-1. എന്താണ് ആ ഫോർമുല വരാം? nx റേസ് ടു n-1. അപ്പോൾ മക്കൾ അടുത്തത് പറഞ്ഞാൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്ത് വരും? ആ മുകളിലുള്ള ആളില്ലേ നേരെ പിടിച്ച് ഫ്രണ്ടിലിടാം. അപ്പോൾ 3x ആയി, മുകളിൽ എന്ത് ചെയ്യും? ഒരെണ്ണം കുറച്ച് എഴുതാം. അപ്പോൾ 3-1 എന്ന് പറഞ്ഞാൽ എന്തായി? സ്ക്വയർ ആയി. അടുത്ത ആൾ പിടിച്ചോ, d/dx ഓഫ് എക്സ് റേസ് ടു 7. എന്താണ്? എക്സ് റേസ് ടു 7 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മുകളിലുള്ളവനെ താഴ്ത്ത് പിടിച്ചിടാം, 7x റേസ് ടു 6. ഒറ്റയടിക്ക് ആൻസർ ആയില്ലേ? ഇതൊന്ന് പഠിച്ചു വെച്ചു. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി പറയുന്ന ആളുകളൊന്ന് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. d/dx ഓഫ് സൈൻ എക്സ് ആണ്. എന്താണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? കോസ് എക്സ് ആയിരിക്കും. ഇത് നമുക്ക് ചോദിക്കൂടാ, ഫൈൻഡ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇവൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചോ. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് കോസ് എക്സ് എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് ആയിരിക്കും. എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് ആയിരിക്കും. ദെൻ d/dx ഓഫ് സീക്ക് എക്സ് എന്തായിരിക്കും? സീക്ക് എക്സ് എന്തായിരിക്കും വരികയെന്നറിയോ? സീക്ക് എക്സ് ടാൻ എക്സ്. എന്തായിരിക്കണം? സീക്ക് എക്സ് ടാൻ എക്സ്. ഈ വാല്യൂസ് എപ്പോഴും അറിഞ്ഞിരിക്കണം കേട്ടോ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമുക്കറിയാം ഓക്കെ എന്ത് കിട്ടിയാലും നമുക്ക് ആൻസർ ആദ്യമേ അറിഞ്ഞു വെച്ചാൽ കുറേ പരിപാടി എളുപ്പം. ദെൻ അടുത്തത് d/dx ഓഫ് ടാൻ എക്സ് എന്തായിരിക്കും? ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ആൻസർ വരാൻ പോകുന്നത് സീക്ക് സ്ക്വയർ എക്സ് എന്നായിരിക്കും. എന്തായിരിക്കും? സീക്ക് സ്ക്വയർ എക്സ് എന്നായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ആളെ പിടിച്ചോ, d/dx ഓഫ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഒരാളെ പഠിച്ചു കേട്ടോ, 1/x. എന്തായിരിക്കും 1/xൻ്റെ വരാമെന്നറിയോ? -1/x² ആയിരിക്കും. എന്തായിരിക്കും? -1/x² ആയിരിക്കും. 2024 അതായത് ഇക്കൊല്ലം നമുക്ക് എന്തായിരുന്നു ചോദിച്ചത്? ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 1/x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിക്ക് എളുപ്പമല്ലേ? ഇതിൽ ആര് ചോദിച്ചാലും ഇനി നമുക്ക് പറയാം, ഒരു ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി സ്റ്റെപ്പ് മാത്രമേ എഴുതാൻ പഠിച്ചാൽ മതി. സെറ്റല്ലേ? സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്. അപ്പോൾ ഞാൻ തൽക്കാലം f ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു x² - 2 ആണെന്ന് വിചാരിക്കും. ഇതാണ് നമുക്ക് x = 10 ഒക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇവൻ്റെ ഡെറിവേറ്റീവ് കാണണം അല്ലേ? f' കാണണം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയടിക്കാം. ആദ്യം ഞാൻ ആദ്യമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? x² നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? f' അടുത്ത ആളെ ചെയ്യാം, -2നെയും സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ x² ഡെറിവേറ്റീവ് എന്താ? x² ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. എക്സിൻ്റെ പവർ ആണെങ്കിൽ x⁻n ആണെങ്കിൽ nx⁻n-1. അപ്പോൾ എന്തായിരിക്കും? 2 × x⁻2 - 1 അഥവാ 2x⁻1 അതായത് 2x എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസറായി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2x ആണ്. ഇനി ഇപ്പുറത്തെ കേസിൽ -2 ആണ്. -2ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായി പോയി? 0 ആയി. അപ്പോൾ ഇത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് ഒറ്റയടിക്ക് ചെയ്ത് പോകാൻ പാടില്ലേ? ഇനി പിടിച്ചോ, y ആയിട്ടാണ് x² - 2 തരണമെങ്കിൽ dy/dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഒറ്റയടിക്ക് ആൻസർ ചെയ്ത് പോകാം. സിമ്പിളാടാ. x² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2x. എന്തായിരിക്കും? 2x. -2ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. കോൺസ്റ്റൻ്റ് ആണ്, 0 ആയിപ്പോയി. അപ്പോൾ ആൻസർ എന്ത് വന്നു? 2x ആണ്. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അറ്റ് x = 10 ആണ്. നമ്മൾ നേരിട്ട് കൊടുക്കണം. 2 × 10 ആൻസർ എത്ര കിട്ടി? 20. എന്തായിരിക്കും? 2 × 10 ആൻസർ 20. ഇത്രേ ഉള്ളൂ. സെറ്റല്ലേ? അപ്പോൾ ഈ ഒരു ഐഡിയ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. ക്വസ്റ്റ്യനിൽ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യണം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വരണം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയും. 2019 എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിർബന്ധമായിട്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് f ഓഫ് എക്സ് തന്നിരിക്കുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ 1 ഉണ്ട്. സോ നമ്മൾ ഇവൻ്റെ ഡെറിവേറ്റീവ് ചെയ്യാണ്. എന്തായിരിക്കും? ഡെറിവേറ്റീവ് എടുക്കാം. ഞാൻ ഇവനെ f ഓഫ് എക്സിന് പകരം y നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് dy/dx നമുക്ക് ഇവൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടൈം ആരാ? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താണ്? 0 ആയിപ്പോയി. പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ അടുത്തത് x² ഡെറിവേറ്റീവ് ഇപ്പോൾ നമ്മൾ പഠിച്ചു, എന്താണ്? 2x ആണ്. പ്ലസ് x³ ഡെറിവേറ്റീവ് എന്താ? മുകളിലുള്ളവൻ താഴ്ത്തിയത് ഒരെണ്ണം കുറച്ച് എഴുതാം. അപ്പോൾ എന്ത് വരും? 3x² ആണ്.
ഇങ്ങനെയല്ലേ വരാം. ദെൻ പ്ലസ് അപ്പം അടുത്ത ആരായിരിക്കും എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 4x³ ആയിരിക്കും. പ്ലസ് അപ് ടു ലാസ്റ്റ് ടൈം തന്നേക്കണത് ആരാ എക്സ് റേസ് ടു 50 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അവനെ നേരെ ഫ്രണ്ടിൽ എഴുതണം 50 എക്സ് റേസ് ടു ഒരാളെ മൈനസ് ചെയ്യുക 50 - 1. അപ്പോൾ എന്ത് കിട്ടും? 49. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ആരാ എക്സിൻ്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മക്കൾ ഇവിടെ നോക്കിയടാ 1 പ്ലസ് ഞാൻ ഇവനെ ഇത്തിരി ഭംഗിക്ക് എഴുതുന്നു 1 + 2x + 3x² പ്ലസ് അപ് ടു 50 എക്സ് റേസ് ടു 49. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്താ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 1 + 2 × 1 എന്ന് പറഞ്ഞാൽ ആരാ? 2 പ്ലസ് 3 × 1² എന്ന് പറഞ്ഞാൽ ആരാ? 3 പ്ലസ് 4 × 1³ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 പ്ലസ് അപ് ടു 15. 1 ഇട്ട് കൊടുത്താൽ അവൻ്റെ റേസ്റ്റ് പവർ എന്ത് വരും? നമ്മൾ ബോധിരേണ്ട ആവശ്യമുണ്ടോ? അവനൊക്കെ എന്തായി പൊക്കോളും? 1 ആയി പൊക്കോളും. അപ്പോൾ അപ് ടു എന്ത് വരും? 50. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. മക്കൾ എന്ത് ചെയ്യും? ഓരോരുത്തരെ സെപ്പറേറ്റ് കൂട്ടോ? ഇല്ല, പകരം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ഫോർമുല? n × n + 1 all divided by 2. എന്തായിരിക്കും? ഇങ്ങനെ അടുപ്പിച്ച് നാച്ചുറൽ നമ്പേഴ്സ് ഇത്ര പേരാ n വരെ ആണെങ്കിൽ n × n + 1 / 2. അപ്പോൾ അപ് ടു 50 വരെ അതിൻ്റെ സമ്മ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? 50 × നെക്സ്റ്റ് ഒരാൾ 51/2. ഏറ്റവും ലാസ്റ്റ് ടൈം ഇൻറ്റു തൊട്ടടുത്ത ആൾ /2. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ n × n + 1 / 2. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരാം? നമുക്ക് ഇവന്മാരെ കട്ട് ചെയ്ത് കളയാലോ. കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ 25 വരും. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 5 7 2 1. എത്രയായിരിക്കും കിട്ടുക? 1275 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസറായി. സെറ്റല്ലേ? വലിയ പാട് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ? ഇതേ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x - 1 × x - 2. അതേ കിടക്കുന്നതാ മൾട്ടിപ്പിൾ ആയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. എന്താണ് ആ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുക? നമ്മളുടെ ഫോർമുല എന്ന് പറയാം. നമ്മൾ പഠിച്ചില്ലേ u'(v) ആ ഒരു സംഭവം, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇതാകുമ്പോൾ ചെയ്യാൻ ഇത്തിരി എളുപ്പമല്ലേ? സോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇയാളെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാം. ഇയാളെ നമുക്ക് ആരായിട്ട് എടുക്കാം? സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കാം. ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്തു തുടങ്ങാണ്. എന്തായിരിക്കും? സെക്കൻഡ് ഇൻറ്റു അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയെന്ന് വെച്ചത് ഈ ഒരു കേസിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? പ്രൊഡക്റ്റ് റൂളാണ്, നടുക്ക് പ്ലസ് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുക്കാം സെക്കൻഡ് ഇൻറ്റു, അതായത് x - 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് ഫസ്റ്റ് വൺ. അതാരടാ? x - 1 പ്ലസ് ഇനി ആരെ ചെയ്യും? സെക്കൻഡാണ് നമ്മൾ ആദ്യം എടുത്തത് അല്ലേ? പിന്നെ ഫസ്റ്റ് ഇൻറ്റു, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - 1 ഇൻറ്റു d/dx ഓഫ് നമ്മളുടെ സെക്കൻഡ്. അതാരാണ്? x - 2. ഓക്കെ അല്ലേ? ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. x - 2 എന്ന് പറയുന്ന ആൾ അവിടെ അതുപോലെ അങ്ങോട്ട് കിടന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആൾ ഡെറിവേറ്റീവ് ഓഫ് x - 1 ആണ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? 1 ആണ്. മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ്, ഇവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റാ. എന്തായി പോയി? 0 ആയിട്ട് പോയി. പ്ലസ് അടുത്ത ആൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ എന്തായി? x - 1 അതുപോലെ തന്നെ അങ്ങ് എടുക്കുക. ഡെറിവേറ്റീവ് ഓഫ് x - 2 ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്തായിരിക്കും വരാം? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. -2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അവൻ എന്തായി പോയി? 0 ആയിട്ട് പോയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നടാ? x - 2 ഇൻറ്റു 1 ആണ്. സോ 1 - 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ഇപ്പുറത്തും എന്ത് വരും? x - 1 ഇൻറ്റു 1 ആണ്. സോ അപ്പോൾ ആൻസർ എന്തായി? x - 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ x - 2 പ്ലസ് x - 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? x - 1. പിന്നെ നമുക്ക് ഇവരെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത ആൻസറായി. ഇവിടെയും x ആണ്, ഇവിടെയും x ആണ്. അപ്പോൾ x + x എത്ര വരും? 2x ആയല്ലേ? ദെൻ ഇവിടെ -2 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ -2 - 1 ആൻസർ എന്തായി? -3. അപ്പോൾ സെയിം വാല്യൂ ആണെങ്കിൽ ആഡ് ചെയ്യുക, ആ സെയിം സിമ്പിൾ അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ ഈ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെടിക്കെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു സാധനം ചെയ്യണമെന്നുള്ളതാണ്. നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പ്രൊഡക്റ്റ് റൂൾ കയറി അപ്ലൈ ചെയ്യരുത്. കുറച്ച് പേർക്കെങ്കിലും തോന്നും ഇയാളുടെ ചെയ്യുക. നമ്മൾ വെറുതെ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം? ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? x - 3 × 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5x - 3
പ്ലസ് ഒരു കാര്യം കൂടി പഠിച്ചോ, എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? എക്സ് റേസ് ടു എ പ്ലസ് ബി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ച് ആളുകൾ ഇട്ട് തരാം. എക്സ് റേസ് ടു 2 ഇൻറ്റു എക്സ് റേസ് ടു 3. നമ്മൾ എന്താ ചെയ്യുക? എക്സ് റേസ് ടു 2 ഇൻറ്റു 3 അല്ലാട്ടാ, ആ മുകളിലുള്ള പവരെ പ്ലസ് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ആയിരിക്കും. ഇനി ഒരു മൈനസ് വന്നെന്ന് വിചാരിച്ചേ, എക്സ് റേസ് ടു മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു 5. ഇങ്ങനെ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നമ്മൾ തൊട്ട് മുമ്പിൽ ചെയ്ത അതേ പരിപാടി ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 5. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയ ഇനി നമ്മൾ ഇതിലേക്ക് വരാണ്. ഇനി ഇവന്മാരൊന്ന് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു എക്സ് അവിടെ ഉണ്ടല്ലേ, 3x ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സ് റേസ് ടു 1 എന്നാണ്. എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സ് റേസ് ടു 1 എന്നാണ്. സോ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. 5x റേസ് ടു മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു, അതായത് എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ളവർ ആഡ് ചെയ്യുക. അതായത് എക്സ് റേസ് ടു 1 പ്ലസ് മൈനസ് 3. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയി പോയല്ലേ. അപ്പോൾ 1 മൈനസ് 3. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ? എക്സ് റേസ് ടു മൈനസ് 2. എന്തായിരിക്കും? എക്സ് റേസ് ടു മൈനസ് 2. സോ നമ്മുടെ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് എഴുതാലോ, എക്സ് റേസ് ടു മൈനസ് 2. ഇനി വേണം നമ്മൾ ഇവനെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ y ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവനെ ഡെറിവേറ്റീവ് ചെയ്യാം. dy ബൈ ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. കോൺസ്റ്റൻ്റ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? നേരെ കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നേരെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം. എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് മാത്രമാണെങ്കിൽ 0 ആയിപ്പോയി. പക്ഷേ കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 3 പ്ലസ് അടുത്ത കേസിലും അവിടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ട് കിടപ്പുണ്ട് അല്ലേ. മൾട്ടിപ്പിളിനെ പിടിച്ച് ഫ്രണ്ടിലിടാം. അപ്പോൾ 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് 2. ഓക്കെ ആണോ? ഇനി നമുക്ക് ചെയ്തു തുടങ്ങാലോ. അപ്പോൾ എന്തായിരിക്കും വരാം? 5 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3. നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മുടെ ഫോർമുല എന്താ? എക്സ് റേസ് ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. എന്തായിരിക്കും? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് ഇവിടെ കിടക്കുന്ന ആരാടാ? -3. ഇപ്പം -3 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പം -3 മൈനസ് 1. അതായിരിക്കും -3 മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് ചെയ്യുക? റേസ് ടു പവർ ആദ്യം ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ എന്ത് വരും? -2 ഇൻറ്റു ബാക്കി ഇവിടെ ആരാ? എക്സ് അതുപോലെ തന്നെ നമ്മളുടെ n -1. അപ്പോൾ n എന്ന് പറഞ്ഞാൽ -2 -1 അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായിട്ട് ആൻസർ കിട്ടും? ഇവിടെ 3 ഇൻറ്റു -5 ആ. അപ്പോൾ 3 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -15 എക്സ് റേസ് ടു -3 -1 എന്ന് പറഞ്ഞാൽ -4. ദെൻ അടുത്തത് 3 ഇൻറ്റു -2. 3 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ ആരാ? -6 അല്ലേ. ദെൻ എക്സ് റേസ് ടു -2 -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3. ആൻസർ ആയി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പും പഠിച്ചു വെച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ കേസിലും പെട്ടെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതും പ്രൊഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു 2 ഫംഗ്ഷൻസ് മൾട്ടിപ്പിൾ ആയിട്ട് വന്നല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ വരുമ്പോൾ തന്നെ മക്കൾ ആലോചിച്ച് നോക്കുക. തൊട്ട് മുമ്പത്തെ പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് സാധാ പോലെ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെയൊക്കെ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആളെ എവിടെ എടുക്കുക? ഇവൻ ഫസ്റ്റ് ആയിട്ട് എടുക്കുക. ഇവൻ ആരാ? സെക്കൻഡ് ആയിട്ട് എടുക്കുക. അപ്പോൾ y ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് റൂളാണ്. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? തെറ്റിക്കല്ലേ? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഐഡിയ കിട്ടിയ? അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയും പ്രൊഡക്റ്റ് റൂൾ വരുമ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇട്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് എന്ന് സെക്കൻഡ് ഇൻറ്റു, അതായത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരാ? കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ അതാരടാ? ഡി ബൈ ഡി എക്സ് ഓഫ് ആരായിരിക്കും? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു. സെക്കൻഡ് കോസ് എക്സ് ആണ്, ഫസ്റ്റ് സൈൻ എക്സ് ആണ്. പ്ലസ് അടുത്ത് എന്തായിരിക്കും? ഇനി ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? സൈൻ എക്സ് ഇൻറ്റു ദെൻ അടുത്തത് ആരായിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് ആര് വരും ഇവിടെ? കോസ് എക്സ്. ആരായിരിക്കും? കോസ് എക്സ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തൊരു പരിപാടിയിലേക്ക് പോകാലോ. കോസ് എക്സ് ഇൻറ്റു എന്താണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിപ്പിച്ചെന്നത്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എന്തായിരിക്കും സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ്. നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കോസ് എക്സ്
പ്ലസ് ഇവിടെ ഇപ്പുറത്ത് വരുന്ന ആരാ സൈൻ എക്സ് അതുപോലെ തന്നെ കിടന്നോട്ടെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് സൈൻ എക്സ്. അപ്പോൾ അത് തെറ്റിക്കരുത് കേട്ടോ. സൈൻ്റെ കോസ് ആണ്, കോസിൻ്റെ നെഗറ്റീവ് സൈൻ എക്സ് ആണ്. സോ നെഗറ്റീവ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇനി മക്കൾ നോക്കിയാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്താണ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് എന്തായിരിക്കും കോസ് സ്ക്വയർ. അവിടെ ആംഗിളിലല്ല ആ ഫംഗ്ഷൻ്റെ ആയിരിക്കും സ്ക്വയർ വരാം കേട്ടോ. കോസ് സ്ക്വയർ എക്സ്. ദെൻ ഇവിടുന്ന് മൈനസ് കിടപ്പുണ്ടല്ലേ, ആ മൈനസ് ഞാൻ ഇവിടെ പിടിച്ചിട്ടു ഫ്രണ്ടിലേക്ക് പിടിച്ചിടാലോ. സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്തായിരിക്കും സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ മക്കൾ ആയിരിക്കും എന്താ ആൻസർ കഴിഞ്ഞത് മക്കളെ. നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചില്ലേ, അതിൽ കോസ് ടു എക്സിൻ്റെ ഒരു കോസ് ടു എക്സിന് 4 ഫോർമുലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1, ദെൻ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്, ദെൻ ഒരാളെ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാരാണ്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇത് ആരുടെ ഫോർമുലയാണെന്നറിയോ? കോസ് ടു എക്സിൻ്റെ ഫോർമുലയാണ്. ആരുടെ ഫോർമുലയാണ്? കോസ് ടു എക്സിൻ്റെ ഫോർമുല. ഇത്രയും എഴുതി വേണം ഫിനിഷ് ചെയ്യാൻ. റെഡി അല്ലേ? ഇനി നമ്മളിത് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. അതെ നമ്മളിതുവരെ കോഷ്യൻ റൂളൊന്നും ചെയ്തില്ല. ദേ കോഷ്യൻ റൂൾ പിടിച്ചോളാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം വരെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈക്ക് ഒന്ന് ചെയ്യാം അല്ലേ. അപ്പോൾ 1 + 1 / x ഡിവൈഡഡ് ബൈ 1 - 1 / x. അപ്പോൾ മുകളിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരാം? ഇപ്പം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × x എന്ന് പറഞ്ഞാൽ ആരടാ? x + 1 ഓൾ ഡിവൈഡഡ് ബൈ x. അവിടെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലുള്ളവൻ പ്ലസ് ചെയ്യുക, താഴത്ത് അതേ ഡിനോമിനേറ്റർ, താഴത്ത് ഇതുപോലെ x × 1. അപ്പോൾ എന്ത് വരൂടാ? ഡിവൈഡഡ് ബൈ x × 1 എന്ന് പറഞ്ഞാൽ x - 1 അതുപോലെ തന്നെ താഴത്ത് x. ഇത്രയും കിട്ടിയില്ലേ? ഇനി നമ്മൾ നോക്കി ഇവിടെ ഡിനോമിനേറ്റർ സെയിം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? x + 1 ഡിവൈഡഡ് ബൈ x - 1 എന്തായിരിക്കും? x + 1 ഡിവൈഡഡ് ബൈ x - 1. അപ്പോൾ ഇനി നമ്മൾ ദൈവനെ എടുക്കുക കേട്ടോ. y = x + 1 ബൈ x - 1. ഈ ഫോമിലേക്ക് ആയില്ലേ? ഇനിയാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. ഇത് ഏത് റൂളിൽ ചെയ്യണം? പ്രൊട്ടക്ട് റൂൾ അല്ല, കോഷ്യൻ റൂൾ. ഏത് റൂളാണ്? കോഷ്യൻ റൂളാണ്. കാരണം ഒരു ടൈം ഡിവൈഡഡ് ബൈ അടുത്തൊരു ടൈം വന്നു. സോ എന്താണ് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത്? ഞാനിവിടെ എഴുതാം കേട്ടോ. സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എന്താണ്? സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്, അതായത് താഴത്ത് കിടക്കുന്ന ആളുടെ സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കണം. എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഇക്വേഷൻ പഠിച്ചാലും മതി. u' v മൈനസ് v' u ഡിവൈഡഡ് ബൈ v സ്ക്വയർ. u' v മൈനസ് v' u ബൈ v സ്ക്വയർ. ഏതാണോ കംഫർട്ട് അതിൽ നിങ്ങൾ പഠിച്ചു. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇനി ചെയ്തു തുടങ്ങാം. അപ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന ആൾ കേട്ടോ. x - 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആണ്, അതായത് മുകളിൽ കിടക്കുന്ന ആളാരാ? +1 മൈനസ്. ഇനി നമ്മൾ അടുത്തത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? x + 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് നമ്മളുടെ സെക്കൻഡ് ആരാ? x - 1 ഓൾ ഡിവൈഡഡ് ബൈ താഴത്ത് കിടക്കുന്ന ആളുടെ സ്ക്വയർ. അതാരടാ? x - 1 ദി ഹോൾ സ്ക്വയർ. ഈ ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. താഴത്തിൻ്റെയൊക്കെ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആയിട്ട് തന്നെ കീപ്പ് ചെയ്തോ. പിന്നെ ഇവിടെ നമുക്ക് ചെയ്യാലോ. x - 1 ഇൻറ്റു x + 1ൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ്. സോ 1 + 0 മൈനസ് x + 1 ഇൻറ്റു x - 1ൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 1 ആണ്. -1ൻ്റെ ഡെറിവേറ്റീവ് 0 ഓൾ ഡിവൈഡഡ് ബൈ x - 1 ദി ഹോൾ സ്ക്വയർ. ഇത്രയല്ലേ വരാം? അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് വരൂടാ? x - 1 ഇൻറ്റു 1 + 0 എന്ന് പറഞ്ഞാൽ ആരാ? 1. അപ്പോൾ 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആരെ തന്നെ കിട്ടുക? 1, ആ ടൈമിനെ തന്നെ കിട്ടുക. മൈനസ് ഇവിടെയും x + 1 ഇൻറ്റു 1, അത് 1 - 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ x + 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? x + 1 ഓൾ ഡിവൈഡഡ് ബൈ x - 1 ദി ഹോൾ സ്ക്വയർ. ഓൾ ഡിവൈഡഡ് ബൈ x - 1 ദി ഹോൾ സ്ക്വയർ ആണ്. സോ നമുക്കിവിടെ കിട്ടിയത് ആരടാ? x - 1 മൈനസ് x + 1 ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തായിരുന്നു? x - 1 ദി ഹോൾ സ്ക്വയർ. x - 1 ദി ഹോൾ സ്ക്വയർ. നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x - 1 മൈനസ് ഇൻറ്റു x എന്താ? -x ആണ്. മൈനസ് ഇൻറ്റു +1 എന്താ? -1 ഡിവൈഡഡ് ബൈ x - 1 ദി ഹോൾ സ്ക്വയർ. ഇവിടെ ആരെങ്കിലും കട്ടായി പോകും മക്കളെ? ഇവിടെ x ഉണ്ട്, -x ഉണ്ടല്ലേ, അവരിങ്ങോട്ട് കട്ടായി പോയി. ബാക്കി ആരാ? -1 അപ്പോൾ ആരാ കിട്ടിയടാ? -2 ഡിവൈഡഡ് ബൈ x - 1 ദി ഹോൾ സ്ക്വയർ.
കോഷ്യൻ റൂൾ പഠിച്ച് കിട്ടിയ. അപ്പോൾ ആ ഒരു ഫോർമുല തെറ്റിക്കരുത് കേട്ടോ. താഴത്ത് കിടക്കുന്ന ആൾ ഇൻറ്റു മുകളിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് മൈനസ് മുകളിൽ കിടക്കുന്ന ആൾ ഇൻറ്റു താഴത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ താഴത്ത് കിടക്കുന്ന ആളുടെ സ്ക്വയർ. അതാണ് നമ്മൾ പഠിക്കുന്നത്. യു ഡാഷ് വി മൈനസ് വി ഡാഷ് യു ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, ഈ ഒരു ഫോർമുല. ഓക്കെ ആണോ? അപ്പോൾ കോഷ്യൻ റൂളും നമ്മൾ പഠിച്ചു, പ്രൊഡക്റ്റ് റൂളും പഠിച്ചു, ചെയ്ത് പഠിക്കണം കേട്ടോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്കിത് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, 1/x, എക്സ് സ്ക്വയർ, ഈ ഒരു മോഡലൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. എല്ലാ പ്രാവശ്യത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സാധനം ഉണ്ടാവും. അതായത് സൈൻ എക്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇവരുടെ ഡെറിവേറ്റീവ് കാണണം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എന്താണ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ? ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒന്ന് എഴുതാം. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നേക്കുന്ന ആളില്ലേ, സൈൻ എക്സ് ആണ്, അയാളാണ് നമ്മളുടെ എന്തെന്ന് പറയുക, എഫ് ഓഫ് എക്സ് എന്ന് പറയുക. ആരായിരിക്കും തന്നേക്കുന്നത്? ആരാണോ അയാളാണ് എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. നമ്മൾ നേരത്തെ എഴുതി പഠിച്ചതാണ് ഈ സാധനം അല്ലേ. അപ്പോൾ എന്താണ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ വലുതൊന്നുമില്ല. അവിടെ എവിടെയാണോ എക്സ് കിടക്കുന്നത് അവിടെ എന്തുകൊണ്ട് ഇട്ട് കൊടുക്കുക, എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, സൈൻ എക്സ് പ്ലസ് എച്ച്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ, ഇത്രയും സെറ്റ് അല്ലേ. ദെൻ ഇനി നമ്മൾ ഒരു 2 കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. എന്തായിരുന്നു സൈൻ എ മൈനസ് സൈൻ ബി? ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വെക്കണം. അതായത് കോസ് എ മൈനസ് കോസ് ബി, ടാൻ എ മൈനസ് ടാൻ ബി, ഈ ഫോർമുലകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു. എന്തിനാണെന്നറിയോ? കാരണം ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മൾ ട്രിഗണോമെട്രിക്കൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ സൈൻ എ പ്ലസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ മൈനസ് കോസ് ബി, ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല എന്താ വരാം, 2 ഇൻറ്റു, അത് 4 പേരെയും കണക്ട് ചെയ്ത് പഠിക്കാനുള്ള ട്രിക്കൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അത് പോയി കാണണം കേട്ടോ. ആ വീഡിയോസിൽ ആ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോയി കണ്ട് സെറ്റാക്കിയിട്ട് ഇതിലേക്ക് വന്നാൽ മതി. സോ 2 ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി. അപ്പോൾ എന്തായിരിക്കും വരിക, കോസ് എ പ്ലസ് ബി ബൈ 2. അടുത്ത ആരായിരിക്കും, സൈൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ ആ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. സൈൻ എ പ്ലസ് ബി എടുക്കുക, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ ആദ്യത്തേൽ സൈൻ എ പ്ലസ് സൈൻ ബി ആയിരുന്നെങ്കിൽ ആദ്യം സൈൻ വന്നു പിന്നെ കോസ് വരും. സൈൻ എ മൈനസ് സൈൻ ബി ആകുമ്പോൾ തിരിച്ചു വരും, ആദ്യം കോസ് വരും പിന്നെ സൈൻ വരും, ആ ഒരു സാധനം. അപ്പോൾ അത് പഠിച്ച് സെറ്റ് ആക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് അതിന് മുമ്പ് ഒരാളെ കൂടി പറയാൻ വിട്ടുപോയി. ലിമിറ്റ് എച്ച് ടെൻസ് ടു അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണ് അല്ലേ. സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം 1 ആണ്. അതായത് എന്താണോ ആംഗിൾ അത് തന്നെ താഴത്താണെങ്കിൽ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ ഈ ഇത്ര ഐഡിയ കിട്ടിയെങ്കിൽ ഇനിയാണ് നമ്മൾ ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ആരാ, സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ, സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. എങ്ങനെയാണ് ചെയ്തു തുടങ്ങുന്നത് അറിയോ? ഇവിടെ ഇത് നോക്കിയാൽ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ്. ഇത് ഇതിൻ്റെ ഫോർമുല, സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല. നമ്മൾ എ എന്ന് പറയുന്നത് കിടക്കുന്നത് ആരടാ, എ എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമ്മളുടെ ഈ ആളാണ് അല്ലേ. എക്സ് പ്ലസ് എച്ച് ആണ് എയുടെ സ്ഥലത്ത് കിടക്കുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്ന ബിയുടെ സ്ഥലത്ത്. അപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി, ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എ മൈനസ് സൈൻ ബി എന്താണ്, 2 കോസ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ, 2 കോസ് എ പ്ലസ് ബി ബൈ 2. എ എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് പ്ലസ് എച്ച് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. ദെൻ ബാക്കി ആരാടാ, സൈൻ ആരായിരിക്കും ഇനി വരാം, എ മൈനസ് ബി ബൈ 2. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2. ഓൾ ഡിവൈഡഡ് ബൈ ആര് വരും, എച്ച് വരും. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ല. നമ്മൾ നേരെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ ചെയ്തു തുടങ്ങാം കേട്ടോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 കോസ്. ഇവിടെ മുകളിലുള്ള ആരൊക്കെ ഉണ്ടാ, എക്സും എക്സും ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ആര് വരും, 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 സൈൻ. ഇവിടെ ആര് കട്ടായി പോവും, എക്സും മൈനസ് എക്സും കട്ടായി പോയി. അപ്പോൾ അവിടെ ആര് വന്നു, എച്ച് ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്. ഇത്രയും കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇതിനെ ഞാൻ ഒന്നും കൂടി എഴുതുവാണ്. അപ്പോൾ എന്തായിരിക്കും വരാം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 കോസ് 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 ദെൻ സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്.
ഇത്രയാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റക്കായി പോയാൽ ഇവിടെ നമുക്ക് എച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എച്ച് താഴത്താണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയ മക്കളെ മനസ്സിൽ വരണം. സൈൻ്റെ ടൈം എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. എന്താണ് സൈൻ്റെ ടൈം എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ? ഇവിടെ സൈൻ h/2 ആണല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയാം ലിമിറ്റ് h→0 അല്ലെങ്കിൽ h→0 ഈ ഒരു ഫോമിൽ ഇവൻ 1 ആവണ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ പഠിപ്പിച്ചേ. സൈൻ്റെ കൂടെ ആരാണോ കിടക്കുന്നത് ആള് തന്നെ താഴത്ത് വന്നു കഴിഞ്ഞാൽ അവൻ എന്തായി മാറും? 1 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെയും ആര് തന്നെ വരണം? h/2 വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറിയേനെ? 1 ആയിട്ട് മാറിയേനെ. അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ്. ഇവിടെ താഴത്ത് ആര് മാത്രമേ ഉള്ളൂ? h മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ എച്ചിനെ ഞാൻ എന്തിട്ട് കൊടുക്കുക? /2 ഇട്ട് കൊടുക്കുക. /2 ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ പക്ഷേ ഞാനൊരു സാധനം ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ എന്തും കൂടി ചെയ്തിരിക്കണം? ബൈ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ എന്തും കൂടി ചെയ്തിരിക്കണം? മൾട്ടിപ്ലൈ കൂടി ചെയ്തിരിക്കണം. ഐഡിയ കിട്ടിയ? നമുക്ക് അവിടെ സൈൻ h/2 ആണ്. അപ്പോൾ താഴത്തെ h മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കുക? h/2 തന്നെ വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് 0 ആയി 1 ആയി പൊക്കോളും. അപ്പോൾ ഇനി മക്കൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ടൈമില്ലേ സൈൻ h/2 എന്ന് പറയുന്നത് ഇവൻ എന്തായിട്ട് മാറുന്നത്? നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാം. ലിമിറ്റ് h→0. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് 2 ഉം 2 ഉം ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി ആര് വരും? cos 2x + h / 2 ഇൻറ്റു ലിമിറ്റ് h→0. ബാക്കി ആരായിരുന്നടാ? സൈൻ h/2/h/2. നമുക്ക് ഇങ്ങനെ എഴുതാം, കുഴപ്പമില്ലല്ലോ. നമ്മൾ ആ സാധനത്തിന് മാത്രം സെപ്പറേറ്റ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക സൈൻ്റെ എന്താണോ ആംഗിൾ ആൾ തന്നെ താഴത്ത് വന്നതിൽ ആൻസർ എന്തായി മാറും? 1. അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി മക്കൾ നോക്കിയിടാ ഈ ഒരു മൊത്തം ടൈം എന്തായി പൊക്കോളും? 1 ആയി പൊക്കോളും. നമുക്കറിയാം. അപ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യുക? എച്ചിൻ്റെ സ്ഥലത്ത് എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരൂടാ? cos of 2x + h നമ്മൾ 0 ഇട്ട് കൊടുത്തു /2 ആണ് വരിക. അപ്പോൾ എന്ത് വരും മക്കളെ? cos of 2x + 0 എന്ന് പറഞ്ഞാൽ 2x/2. അപ്പോൾ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ എന്ത് കിട്ടി? cos x. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആദ്യമേ പഠിപ്പിച്ചെന്നില്ലേ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? cos x. അതേ സോൾവ് ചെയ്ത് കിട്ടിയടാ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ അറിയാം. സൈൻ എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയാം. എന്താ? cos x. cos x ചോദിച്ചാൽ നമുക്ക് ആൻസർ അറിയാം -sin x. tan x ചോദിച്ചാൽ നമുക്ക് അറിയാം sec²x. 1/x ചോദിച്ചാൽ നമുക്ക് അറിയാം -1/x². അപ്പോൾ ഐഡിയ കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫോർമുല കൂടി പഠിപ്പിച്ച് തരാം. നമുക്കറിയാം ലിമിറ്റ് h→0 അല്ലെങ്കിൽ x→0 എടുക്കാം. sin x/x എന്ന് പറയുന്നത് ഇപ്പോൾ മക്കൾക്ക് അറിയാം എത്രയാ? 1 ആണ്. ഇനി ഇതും കൂടി പഠിച്ചോടാ. ലിമിറ്റ് x→0 sin mx/x. എന്താണ്? sin mx/x. അപ്പോൾ ഇവിടെ നോക്കിയടാ എക്സിൻ്റെ കൂടെ ഒരു m മൾട്ടിപ്പിൾ ആണ്. ഇവൻ താഴത്തുണ്ട്. ഇപ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും എന്നറിയോ? എന്തായിരിക്കും? m ആയിരിക്കും. ദേ പിടിച്ചോ. ലിമിറ്റ് h അല്ലെങ്കിൽ x/0 sin 5x /x. ആൻസർ എന്തായിരിക്കും? sin 5x/x എന്ന് പറഞ്ഞാൽ x/x 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു 5 കൂടി ഉണ്ടല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 5 ആണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലിമിറ്റ് x/0 sin 5x /sin 3x. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ താഴത്തെ x വന്നിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ലിമിറ്റ് x/0 sin 5x ഞാൻ എന്തിട്ട് കൊടുക്കുന്നു? x ഇട്ട് കൊടുക്കുന്നു. രണ്ടിനെയും ഞാൻ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക? x വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്രയായിരിക്കും? 5 ആണ്. ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 3 ആണ്. അപ്പോൾ ഒറ്റയടിക്ക് ആൻസർ കിട്ടിയില്ലേ? ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടിയാൽ ഒറ്റയടിക്ക് ആൻസറായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ചു. ഇത് ബേസ് ആയിട്ട് ഉറപ്പിച്ചിട്ട് മക്കൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ഓക്കെ ആണോ? സെറ്റല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കൂലേ? ഓൾ ദ ബെസ്റ്റ്.